പ്രദേശത്തെ മുഴുവൻ പരിഭ്രാന്തിയിലാക്കിയത്. മാധ്യമപ്രവർത്തകനായ ശ്രീ സുധീർനാഥ് ലൈവായിട്ട് ചേരുന്നുണ്ട്. ശ്രീ സുധീർനാഥ്, എന്താണ് സംഭവിച്ചത്? എന്തെല്ലാം വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും? ഈ റെഡ് ഫോർട്ട് എന്ന് പറയുന്ന പ്രദേശം ഏറ്റവും ജനനിബിഡമായ ഒരു പ്രദേശമാണ്. കച്ചവട സ്ഥാപനങ്ങൾ, അങ്ങനെ റെഡ് ഫോർട്ടിൽ ടൂറിസ്റ്റുകൾ തുടങ്ങിയവരൊക്കെ കൂടുന്ന ഒരു പ്രദേശമാണ് ഈ റെഡ് ഫോർട്ട്. റെഡ് ഫോർട്ടിലെ മെട്രോ എന്ന് പറയുന്നത് ഏറ്റവും വേഗം സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു പൊതുഗതാഗത മാർഗമാണ്. ഗേറ്റ് നമ്പർ 1 ഒരു കാറിലാണ് സ്ഫോടനം ഉണ്ടായത് എന്ന് പറയുന്നു. വലിയ തീപിടുത്തവും അവിടെ നടക്കുന്നുണ്ട്. ഒരാൾ മരിച്ചതായി അനൌദ്യോഗിക റിപ്പോർട്ടുണ്ട്. ഒരുപാട് പേർക്ക് അപകടം പറ്റിയ വലിയ പരിക്ക് പറ്റിയതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല. അതിന്റെ പിന്നിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇനി വരുന്ന മണിക്കൂറുകളിൽ നമ്മൾ തിരിച്ചറിയാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഈ വാഹനത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നോ, അങ്ങനെ എന്തെങ്കിലും വാർത്തകൾ കിട്ടുന്നുണ്ടോ സുധീർ? അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് പറയാൻ സാധിക്കില്ല. സംഭവിച്ചിട്ട് നിമിഷങ്ങളാകുന്നതേ ഉള്ളൂ. ഒരു പാർക്ക് റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷന്റെ ഗേറ്റ് നമ്പർ 1 സമീപമുള്ള പാർക്ക് ചെയ്ത കാറിലാണ് സ്ഫോടനം ഉണ്ടായത് എന്നാണ് ഡൽഹി ഫയർഫോഴ്സ് പറയുന്നത്. ആ സ്ഫോടനത്തിന്റെ ഭാഗമായി പരിസരത്തുണ്ടായിരുന്ന 2-3 വണ്ടികൾ കൂടി തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ആ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമമാണ് ഡൽഹി ഫയർഫോഴ്സ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ അപകടത്തിൽ മരിച്ചു എന്നും ഒട്ടേറെ പേർക്ക് പരിക്കുകൾ പറ്റിയിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നു. ഇതുപോലെയുള്ള ഇലക്ഷന് തൊട്ടു മുമ്പ് നടക്കുന്ന ഈ സ്ഫോടനങ്ങളിൽ രാഷ്ട്രീയത്തിന്റെ ഇത് വായിച്ചെടുക്കാനായി ചിലർ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഡൽഹിയിൽ 30 വർഷത്തോളമായി താമസിക്കുന്ന ഞാൻ പലപ്പോഴും ഇത്തരത്തിലുള്ള ഡൽഹിയിലെ സ്ഫോടന സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. വളരെ വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ മനസ്സിനെ വല്ലാതെ അലട്ടുന്ന ഒരു കാഴ്ചയായിരിക്കും ഈ സ്ഫോടന സ്ഥലങ്ങളിൽ ഉണ്ടാകുക. തീർച്ചയായും ഇത് അപലപിക്കപ്പെടേണ്ടതാണ്. ഇങ്ങനെ സുരക്ഷിതത്വമായി രാജ്യതലസ്ഥാനം ഉള്ള സുരക്ഷിതത്വമുള്ള സ്ഥലമായി നമുക്ക് ഒരിക്കലും പറയുവാൻ സാധിക്കില്ല. എപ്പോഴാണ് മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നുവല്ലോ, ഇത് ഇന്നും പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുമായിട്ട് കുറേയേറെ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുന്നു, AK-47 കണ്ടെടുക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നുവല്ലോ. ജെയ്ഷെ ബന്ധത്തിന്റെ പേരിൽ ഒരു ഡോക്ടർ അറസ്റ്റിലാവുന്നു, ഒരു ഡോക്ടറെ കസ്റ്റഡിയിൽ എടുക്കുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടായ സമയത്ത് ഹൈ അലർട്ട് ആയിരുന്നുവല്ലോ സ്വാഭാവികമായിട്ടും. അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു സ്ഫോടനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഡൽഹിയിൽ ഈ സ്ഫോടക വസ്തുക്കളും ഇതുപോലെയുള്ള ബോംബുകൾ അല്ലെങ്കിൽ തോക്കുകളൊക്കെ പിടിക്കുന്നത് സർവ്വസാധാരണമാണ്. അത് ചില സമയങ്ങളിൽ അത് വളരെ അലേർട്ടായി എല്ലാവരും പറയുന്നതാണ്. ഇവിടെ പരസ്പരമായി വെടിവെക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയെ വെടിവെച്ച ഒരു സംഭവം കഴിഞ്ഞ ദിവസം തന്നെയാണ് ഉണ്ടായത്. അത്തരത്തിൽ വെടിവെപ്പും ചെറിയ ബോംബ് സ്ഫോടനങ്ങളും ഒക്കെ സാധാരണ ഇവിടെ നടക്കുന്നതാണ്. ഈ ജനങ്ങളെ അപായപ്പെടുത്തുന്ന രീതിയിൽ ഇത്തരം പ്രവർത്തികൾ ഏർപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ആ യാഥാർത്ഥ്യങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗരൂകരായിരിക്കണം. അവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് സർക്കാർ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിലവിൽ ഒരു കാർ പൊട്ടിത്തെറിച്ചു എന്നുള്ളതും അതിൽ നിന്ന് തീ മറ്റു വാഹനങ്ങളിലേക്ക് പടർന്നു എന്നുള്ളതുമാണല്ലോ അല്ലേ? അല്ലാതെ ഒന്നിലേറെ കാറുകൾ പൊട്ടിത്തെറിച്ചു അങ്ങനെയുള്ള റിപ്പോർട്ടുണ്ടോ? ഞാൻ ചോദിച്ചത് ഇങ്ങനെ ഒരുപാട് ബോംബുകൾ കൊണ്ടൊന്നും വെക്കില്ലല്ലോ. സാധാരണ ഞാൻ ഡൽഹിയിൽ വന്ന ഇടയ്ക്കാണ് 5 ഇടത്ത് ഒരേ സമയം സ്ഫോടനം നടത്തിയത്. 5 സ്ഥലങ്ങളിലായി ബോംബുകൾ സ്ഥാപിക്കുകയും ഏതാനും നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ 5 ഇടങ്ങളിൽ ബോംബ് പൊട്ടുകയാണ് ഉണ്ടായത്. ഒരുപാട് കാറുകളിലല്ലല്ലോ, ഏതെങ്കിലും ഒരു കാറിലായിരിക്കും ഈ ബോംബ് അവർ വെച്ചിട്ടുണ്ടാകുക. എന്തായാലും ഒരു കാറാണ് പൊട്ടിത്തെറിച്ചത്. ആ പൊട്ടിത്തെറിയുടെ ഭാഗമായിട്ട് പരിസരങ്ങളിലുള്ള മറ്റു വാഹനങ്ങളിലേക്ക് തീ പടരുകയും പരിസരങ്ങളിൽ നിന്നിരുന്നവർക്ക് അപകടം പറ്റുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി ഉണ്ടാവും. ചിലപ്പോൾ അല്ലല്ലോ, വാഹനത്തിന് തകരാറ് കൊണ്ടോ അങ്ങനെയുള്ള പൊട്ടിത്തെറികളും സംശയിക്കണമല്ലോ. വാഹനത്തിന്റെ കുഴപ്പം കൊണ്ടുള്ള പൊട്ടിത്തെറിയാണോ? അങ്ങനെ ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല അല്ലേ, എന്താണ് കാരണമെന്ന്?
അല്ല, അതുകൊണ്ടാണല്ലോ ആദ്യമേ തന്നെ പറഞ്ഞത് ഇത് എന്താണ് കാരണമെന്ന് ഇനിയും തീർച്ചപ്പെടുത്തിയിട്ടില്ല. ഏതായാലും ഒരു കാറിൽ നിന്നാണ് സ്ഫോടനം ഉണ്ടായതെന്നും ആ കാറിൽ നിന്നുള്ള സ്ഫോടനമാണ് മറ്റിടത്തേക്ക് പടർന്നതെന്നും ആ തീപിടുത്തത്തിന് കാരണം ഉണ്ടായതെന്നും ഒരാൾ മരിച്ചു എന്നുള്ള അനൌദ്യോഗിക റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഒരു CNG വാഹനമാണെന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. CNG വാഹനം, അതെ, അങ്ങനെയുള്ള അങ്ങനെ ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. അതാണ് ഞാൻ സംശയം പറഞ്ഞത്. ചിലപ്പോൾ ഏതെങ്കിലും വാഹനത്തിന്റെ എന്തെങ്കിലും തകരാറ് കൊണ്ടുണ്ടായതുമാകാം. ഒരു കൺഫർമേഷന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അല്ല, ഡൽഹിയിൽ ഒരു ബോംബ് സ്ഫോടനം എന്നുള്ളത് ഒരു ആദ്യത്തെ വാർത്തയല്ല, ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. ഇത് പലപ്പോഴും ഇവിടെ സംഭവിക്കാറുള്ള ഒരു സംഭവമാണ്. ഡൽഹി ഒരിക്കലും സുരക്ഷിതമല്ല. നമ്മളിപ്പം പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റെഡ് ഫോർട്ട് എന്ന് പറയുന്ന പ്രദേശം ഏറ്റവും ജനങ്ങൾ കൂടുതൽ എത്തുന്ന പ്രദേശമാണ്. ടൂറിസ്റ്റുകൾ ഉണ്ടാവും, കച്ചവടക്കാരുണ്ടാവും. ഈ ബോംബ് സ്ഫോടനം നടത്തുവാൻ ഉദ്ദേശിക്കുന്നവർ ഇത്തരം ഒരു സ്ഥലങ്ങൾ തന്നെയാണ് കണ്ടെത്താറുള്ളത്. പണ്ട് സരോജിനി മാർക്കറ്റിലും പട്പഡ്ഗഞ്ചിലും ഒക്കെ ഉണ്ടായിരുന്ന സ്ഫോടനങ്ങൾ ഈ സമയത്ത് ഞാൻ ഓർത്തു പോവുകയാണ്. ശരി, നന്ദി ശ്രീ സുധീർനാഥ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. എന്തായാലും ഡൽഹിയിൽ മെട്രോ സ്റ്റേഷന് തൊട്ട് മുൻപിലാണ്, ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് തൊട്ട് മുന്നിൽ ഗേറ്റ് നമ്പർ 1 മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു കാറാണ് പൊട്ടിത്തെറിച്ചത്. അതിൽ നിന്ന് കൂടുതൽ വാഹനങ്ങളിലേക്ക് തീ പടരുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു പൊട്ടിത്തെറി അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. 3 വാഹനങ്ങൾക്കെങ്കിലും തീ പിടിച്ചിട്ടുണ്ട്. അവിടെ അഗ്നിരക്ഷാസേന ഉടൻ തന്നെ എത്തുകയും ഉണർന്നു പ്രവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ വ്യാപിച്ചിട്ടില്ല. എന്തായാലും ഡൽഹിയിൽ സ്ഫോടനം എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എന്താണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ എന്നുള്ളത് ഇനിയും അതിൻ്റെ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. വാഹനങ്ങൾക്ക് തീ പിടിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ, അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്.